കടലിനെക്കുറിച്ച്, കടലിന്റെ തിരമാലകളെക്കുറിച്ച്, കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഒരു ഗാനം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് അമരം, ചെമ്മീൻ ഇതുപോലുള്ള സിനിമകളിലെ ഗാനങ്ങളാണ്. കുറേയധികം ചോദ്യങ്ങളുമായിട്ട് ഒരു കവിത, ഒരു ഗാനം, അത് വേടനല്ലാതെ ആർക്കാണ് എഴുതാൻ പറ്റുക? നമ്മൾ മലയാളികൾ ഭാരതീയർ പാരമ്പര്യമായി ചില സമ്പ്രദായങ്ങളെ പിന്തുടരുന്നവരാണ്. മലീമസമായി കിടക്കുന്ന നദികളെയും കാടുകളെയും തോടുകളെയും പുഴകളെയും അരുവികളെയും, എന്തിന് മണ്ണിനെയും പൊടിയെയും പൂഴിയെയും ഒക്കെ ദൈവമായിട്ട് കണക്കാക്കി ആരാധിക്കുന്നവരാണ്. അതിൽ നിന്ന് ഒരു മോചനം, ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരാൾക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ തന്നെയാണ് ഇവിടെ ഈ അവാർഡിലും. അതുകൊണ്ടാണല്ലോ വേടന്റെ വരികളും കുമാരനാശാന്റെ വരികളും വള്ളത്തോളിന്റെയും വയലാറിന്റെയും വരികളും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്നത്. നമുക്കൊക്കെ പ്രിയപ്പെട്ട അമ്മമാരുണ്ടല്ലേ, അവരോടുള്ള സ്നേഹം നമുക്ക് വർണ്ണിച്ചോ എഴുതിയോ തീർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ വേടൻ എന്ന് പറയുന്ന മകൻ സ്വന്തം അമ്മയെക്കുറിച്ച് ഇത്ര തീവ്രമായ വരികളിലൂടെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതി, ജീവിതം എങ്ങനെയായിരുന്നുവെന്നാണ് ആ കാഴ്ചപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത ചൊല്ലട്ടെ. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി, കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ.